സിവിൽ സപ്ലൈകോ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന കോടികൾ വില വരുന്ന റേഷൻ സാധനങ്ങൾ കാണാനില്ലെന്ന് പരാതി. കടുങ്ങാത്തുകുണ്ടിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന 2.78 കോടിയിലേറെ രൂപയുടെ റേഷൻ ഭക്ഷ്യസാധനങ്ങളാണ് കാണാതായത്. ഇന്റേണൽ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കോടികളുടെ ക്രമക്കേട് കണ്ടെത്തിയത്. സംഭവത്തിൽ ഡിപ്പോ മാനേജറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. 8 ജീവനക്കാർക്കെതിരെയാണ് കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തത്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം താനൂർ ഡിവൈഎസ്പി വി ബെന്നിയുടെ നേതൃത്വത്തിൽ എസ്ഐമാരായ സന്തോഷ്, ദാസൻ എന്നിവർ ചേർന്നാണ് ഡിപ്പോയിൽ പരിശോധന നടത്തിയത്. അതിനിടെ ഓരോ പഞ്ചായത്തിലെയും 1-2 റേഷൻ കടകളുടെ മാത്രം മണ്ണെണ്ണ വിതരണം ചെയ്യാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നീക്കം നടക്കുന്നതായാണ് വിവരം. എണ്ണ കമ്പനികളിൽ നിന്ന് മൊത്ത വ്യാപാരികൾ വാങ്ങുന്ന മണ്ണെണ്ണ അവർ നേരിട്ട് 1-2 പഞ്ചായത്തിലെയും 1-2 കടകളിൽ എത്തിക്കുന്ന സംവിധാനമൊരുക്കാനാണ് ഉന്നതതല യോഗം തീരുമാനിച്ചത്. മണ്ണെണ്ണ വാങ്ങാൻ ഈ കടകളിൽ പോകുന്ന കാർഡുടമകൾ മറ്റു റേഷൻ സാധനങ്ങളും അവിടെ നിന്ന് വാങ്ങുമെന്ന ആശങ്കയിലാണ് റേഷൻ വ്യാപാരികൾ. ഈ നീക്കത്തോട് സഹകരിക്കേണ്ടെന്നാണ് കേരള റേഷൻ എംപ്ലോയീസ് ഫെഡറേഷന്റെ തീരുമാനം. നിലവിൽ റേഷൻ വ്യാപാരികൾ മൊത്ത വ്യാപാരിയിൽ നിന്ന് വാങ്ങി കടകളിൽ എത്തിക്കുകയാണ്. ഇതിനിടെ കടകളടച്ച് റേഷൻ വ്യാപാരികൾ രാപ്പകൽ സമരം ആരംഭിച്ചതോടെ സംസ്ഥാനത്ത് റേഷൻ വിതരണം മുടങ്ങിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൽപ്പകഞ്ചേരി. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.